ആ പറ. ഇത് സിദ്ധാർത്ഥ്, 2ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി. പഠിക്കാൻ ബഹുമിടുക്കനും സർവോപരി സൽഗുണസമ്പന്നനുമായ ബാലുവിൻ്റെ അയൽവാസി. പക്ഷേ ബാലുവിനെ പോലെ അല്ല ഇവൻ. മാസാവസാനം ക്ലാസ്സിലേക്ക് വരുന്ന അറ്റൻഡൻസ് ഷോർട്ടേജ് ലിസ്റ്റ് എടുത്താൽ ആദ്യത്തെ 3 പേരിൽ ഒരാൾ ഇദ്ദേഹമായിരിക്കും. ബാക്കി 2 പേരെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. കോളേജിൽ നിന്ന് സെം ഔട്ട് ആവാതിരിക്കാൻ കാശ് ഒപ്പിച്ച് പേപ്പേഴ്സ് റെഡിയാക്കി യൂണിവേഴ്സിറ്റിയിലേക്കുള്ള വഴിയാണ്. ബാക്കി വിശേഷങ്ങൾ കണ്ടു തന്നെ അറിയാം. ഞാൻ എൻ്റെ ബസ് സ്റ്റോപ്പിലൊക്കെ കിടന്നുകൊണ്ടിരിക്കുക. വേറെ പ്രോഗ്രാംസ് ഒന്നുമില്ല. ഏതവനാടാ ഇത്ര? എടാ കണ്ണാ, നീയാ? എടാ ഞാൻ തിരിച്ച് വിളിക്കാവേ. എങ്ങോട്ടാ? മാൻഡ്രേക്കായിട്ട് ആലുവക്കണ കയറി. ആ എങ്കിൽ ഞാനും ഉണ്ട്. പോവാം. അതൊരു ഫ്രണ്ടായിരുന്നു. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞതാ, നിന്നോടല്ല. Money is not a problem, babe. Just leave it. വേറെന്താ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ആണോ? എന്നിട്ട് അത് അങ്ങനെ ആയിരുന്നല്ലേ? അതൊക്കെ ഉള്ളതല്ലേ. വേറെന്താ? ചായ പിടിച്ചു. ഒരു സെക്കൻഡ് ഞാൻ വിളിക്കാം. ഓക്കെ ഓക്കെ. എടാ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിങ്ങളിങ്ങോട്ട് പോരെ, കാശൊക്കെ റെഡിയാ. ആ പോരെ, വേഗം വന്നോട്ടാ, വേഗം. എടാ ബാഗ് എന്താന്ന്? നീ ഇങ്ങോട്ട് വന്നേ. ഹലോ സിദ്ധു. എടി ഞാൻ വിളിക്കാം. എടാ ബാഗ് കള്ളം കൊണ്ടുപോയി. നീ എവിടെ നോക്കിയിരിക്കുന്നു? അതെ, ആൾക്കാർ ശ്രദ്ധിക്കും. നമുക്കവിടെ മാറി വാ, അങ്ങോട്ട് വാ. എടാ എന്താ സംഭവിച്ചത്? ആ കരിങ്ങിന് അങ്ങോട്ട് പോവാം. രൂപ 5000 പോയി. വീട്ടുകാരുടെ തെറിയും കേട്ട്. ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ സെമ്മൗട്ടാവില്ലെന്ന്. അതാണ് ആ ബൈക്കാരനെ കൊണ്ടുപോയി. അതിനിപ്പോൾ എന്താ? ഇവൻ്റെ 5000 രൂപ ഉണ്ടായി കോട്ടയം പോയി വന്നാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഞാനാ? ആ നീ തന്നെ. ആടാ നീ തന്നെ. ഒരു സിഗ് വാങ്ങാനുള്ള കാശ് പോലും ഇല്ല. ഒരു 500 രൂപ പേഴ്സണലുണ്ടായി, പക്ഷെ അതോ ബാഗിലാ. പണ്ടോരടാനായിട്ട് എല്ലാം കൂടി ആ ബാഗിലേക്ക് തള്ളിയിരിക്കുക. എടാ എന്നാ പിന്നെ നിനക്കും കൂടി അത് കയറി ഇരിക്കാനല്ലേ? നീ എന്താണ് ഈ ഒറ്റ ചെരുപ്പിട്ടുണ്ട് നടക്കണത്? കാല് പൊള്ളിയിട്ട് പാടില്ല. ഇതാകുമ്പോൾ ഒരു കാലം മാത്രമേ പൊള്ളൂ. എടാ എന്താണ്? അപ്പോൾ ഈ വെളുത്തള്ളമാരൊക്കെ ഉണ്ടല്ലേ? ഒന്ന് പോയടാ. എടാ അതല്ല, ഞാൻ ഈ സിനിമയിലൊക്കെ കറുത്ത കള്ളന്മാരെ കണ്ടിട്ടുള്ളൂ. ആ ബാഗ് എടുത്തുണ്ടോ? നല്ല കളർ ഉണ്ടായടാ. എന്നെ കൊണ്ടൊന്നും ഞാൻ എടുക്കാൻ വയ്യ. ഞാൻ അവിടെ എങ്ങനെ പോയിരിക്കാൻ പോണു. നീ എന്തിനാ ഇവിടെ ഇരിക്കണേ? നീ വിശ്രമിക്കൊന്നും വേണ്ട, പോയി കാശുണ്ടാക്കിയിട്ട് വാ. ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. ഇതാണ് എടുക്കടാ, എടുത്ത് സൊള്ളു. എടാ ഇത് മിയല്ല, അനുവാണ്. ഇവളെന്തിനാ ഇപ്പോൾ ഇവനെ വിളിക്കണേ? നീ എന്തായാലും ഫോൺ എടുക്ക്. എടാ ഞാൻ അവളിൽ നിന്ന് റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാൻ വാങ്ങിച്ചിട്ടുണ്ടായി. അതിന് അതും അതിനകത്തായിരിക്കും തോന്നി. ഇതിൻ്റെ ഷഡ് വരെ അതിനകത്തായിരിക്കും. എടുക്ക്, ഫോൺ എടുക്ക്.
ഹലോ എടാ നാളെ എൻ്റെ റെക്കോർഡ് മറക്കാതെ കൊണ്ടുവരണേ. എടി അതെ, ഈ പുതിയ റെക്കോർഡ് ഒരെണ്ണം എന്ത് വില വരും? 50 രൂപ വരുമായിരിക്കും. എന്താടാ? ഒരെണ്ണം പുതിയത് വാങ്ങിച്ച് തന്നെ കുഴപ്പമുണ്ടോ? കട്ടാക്കി. അപ്പോൾ അതും തീരുമാനമായി. എടാ ഷമീറെ, നീ ഒന്നും മിണ്ടാതിരി. ഒന്ന് പോയടാ ഓ. ടോപ്പിലെ ചെരുപ്പ്. എടാ ഷമീറെ നിക്ക്, ഞാനൊന്ന് പറയട്ടെ. നീ ഒന്നും പറയണ്ട, പോയി കാശുണ്ടാക്കിട്ടോ. ഞങ്ങൾ ആ ഗ്രൗണ്ടിൽ കാണും. ഷേ, നിന്റെ ഒരു കൂട്ടുകാരൻ ബാഗ് അപ്പുറം വെച്ചിട്ടുണ്ട്. ഏത് ബാഗ്? വായിക്കാറില്ല. പിന്നെന്താ പ്രാന്തായ? ആവശ്യമുള്ള സമയത്ത് അവന്മാരെ വിളിച്ചാലും കിട്ടത്തില്ല. എടാ കണ്ണാ, എടാ സിദ്ധു, നിന്റെ ബാഗ് ഞാൻ വീട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. എടാ എന്താടാ? ബാഗ് കിട്ടി. കള്ള നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന? എടാ അതല്ല. എന്തല്ല? ആൾ ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല, മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ പോലും ഇല്ല. ഇന്ന് പോയാടോ? എടാ ഞാൻ സ്റ്റോപ്പിലോട്ട് വന്നത് കണ്ണൻ്റെ കാറിലാ. അവൻ്റെ കാറിൽ വെച്ച് മറന്നു പോയതാ ബാഗ്. ഡാ, അപ്പം കള്ളം കൊണ്ട് എന്തുവാ പാടാ? അത് ശരിയല്ല. അപ്പോൾ പിന്നെ അതേതാണ്? ഹലോ എടാ, നീ എവിടെയാ? നീ ഒന്ന് വേഗം വന്നേ, എനിക്ക് പേടിയാവും. ആ വാ. എടാ അതെ, ഈ വെളുത്ത കള്ളന്മാരൊക്കെ ഉണ്ടാവൂലേ? അതെന്ത് നീ അങ്ങനെ ചോദിച്ചേ? അതല്ലടാ, അവന് നല്ല കളറുണ്ടായിരുന്നു, പോരാത്തിന് കരാട്ടയും. അതെന്തേലും ആവട്ടെ, നീ കേറ്. ഇപ്പം ബാങ്ക് വരെ ഫോളോ ചെയ്യുന്നുണ്ടാവുമല്ലോ. അതൊന്നും ഇനി ആലോചിക്കണ്ട, വിട്ട് കളഞ്ഞു. നിനക്കിത് ഇതുവരെ നിർത്താറായില്ലേ? ബാഗ് കിട്ടിയില്ലേ? ഇന്ന് നിർത്തിക്കും.